സമാധാനീയമായ ബഹുമാന്യരായ കോർപ്പിസ്കോപ്പന്മാരെ, മന്യ വൈദിക സെക്രട്ടറി, ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്ക പൗരസ്ത്യ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവായുടെ 99-ാം ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാ മനസ്സിൽ ആ പരിശുദ്ധ പിതാവ് പരിമളം വീശുന്ന ഒരു കുളിർകാറ്റാണ്. ഓർമ്മയിൽ ജീവിതാനുഭവങ്ങൾ, സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അടുത്തറിഞ്ഞ് അവരുടെ വേദനയും അവരുടെ വികാരങ്ങളും തന്നെ സ്വന്തമാക്കി മാറ്റി അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ മധ്യസ്ഥതയെ അണയ്ക്കുന്ന ഒരു കർമ്മകാന്ഡം എല്ലാവർക്കും പരിചിതമായ ഒരു സാക്ഷ്യമായി നൽകി ആ പിതാവ് നമ്മോട് വിട പറഞ്ഞു. ലോക ചരിത്രത്തിന്റെ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് വിട പറഞ്ഞു. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും എന്ന്. അവരുടെ ജീവാവസാനം ഓർത്ത് ഈ ലോകത്തിൽ നിന്ന് അനുഗ്രഹകരമായ ഒരു ജീവിതം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് കടന്നുപോയ അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. അതാണ് നാം ഇന്ന് എക്കാലവും നിർവഹിക്കുന്നത്. കടന്നുപോയ പിതാക്കന്മാരുള്ള ബന്ധത്തിൽ പരിശുദ്ധന്മാരായ ആളുകൾ സ്വർഗത്തെ ഭൂമിയിലേക്കും ഭൂമിയെ സ്വർഗത്തിലേക്കും അടുപ്പിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ പിതാക്കന്മാരെ കാണുന്ന അവസരത്തിൽ അവരിൽ ലോകത്തിന്റെ മുഴുവൻ ഭാരവും വേദനയും അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായിട്ട്, അവർ സുതാര്യരായിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ നാം ഓരോരുത്തരും ഈ വിശുദ്ധ പിതാക്കന്മാരെ നോക്കുമ്പോൾ ദൈവത്തെ അവരിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം ഈ ജീവിതങ്ങളിൽ കൂടി നമുക്ക് സുതാര്യമായിട്ട് മാറുന്നു. അതിനിടയിൽ മറ്റൊന്നും മറയ്ക്കുവാനായിട്ടില്ല. പരിശുദ്ധതയുടെ, വിശുദ്ധിയുടെ എന്താണ് അളവുപോലെ എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. യാതൊന്നും മറയ്ക്കുവാനില്ലാതെ സുതാര്യതയുടെ ഒരു ജീവിതം. അത് പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവ തിരുമനസ്സിലെ അനുഗ്രഹീതമായ ജീവിതത്തിൽ നാം എല്ലാവരും അനുഭവിക്കുന്നവരാണ്. ഞാനൊരു കാര്യം വ്യക്തിപരമായി സൂചിപ്പിക്കാതെ ഈ അനുസ്മരണയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എന്റെ കൊച്ചു വീട്ടിൽ ഒരു കൊച്ചു പ്രാർത്ഥനാ മുറിയുണ്ട്. അതിൽ ചുരുക്കം ചില പിതാക്കന്മാരുടെ ചിത്രങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. വലിയ വിശദീകരണവും വലിയ യുക്തിപരമായ അടിസ്ഥാനവും ഒന്നുമില്ല എങ്കിലും ആദ്യം മുതലേ 1-ാം കാതോലിക്ക ബാവായുടെ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ ഞാൻ എപ്പോഴെല്ലാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥന നിർവഹിക്കുന്നു, ആ
ദൈവസന്നിധിയിലായിരിക്കുവാൻ കഴിയുന്നു. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് പരിണമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ദൈവസന്നിധിയായ പിതാവിന്റെ കബറിടത്തിൽ നിന്നോട് പ്രഖ്യാപിക്കുവാനും ആഗ്രഹിക്കുന്നു. മുറിമറ്റത്തിൽ ബാബായുടെ ജീവചരിത്രമൊന്നും അധികമൊന്നും വായിച്ചിട്ടോ അദ്ദേഹത്തെ കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിട്ടോ ഒന്നുമല്ല എനിക്ക് ഇപ്രകാരം ഒരു കൊച്ചനുഭവം ഉണ്ടായിട്ടുള്ളത്. ദൈവം തമ്പുരാൻ പാപിയായ എന്റെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത കടത്തി തന്നു. അതെനിക്ക് അനുഗ്രഹകരമായ അനുഭവമായിട്ട് തുടരുന്നു. അതുകൊണ്ട് ഈ പുണ്യ ദിവസത്തിൽ ഈ പുണ്യപിതാവിന്റെ കബറിടത്തിൽ വന്ന് മണിക്കൂറുകൾ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്നിരിക്കുന്നവരായ ആളുകളോട് അവരുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ ഭക്തി വികാരങ്ങളോട് ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രത്യേകമായിരിക്കുന്ന ഒരു വന്ദനം അർപ്പിക്കുവാൻ എനിക്ക് സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു. ഇതിന് അവസരം തന്ന പ്രിയങ്കരനായ വാലപ്പള്ളി അച്ഛനോട് വ്യക്തിപരമായി ഒത്തിരി നന്ദിയുണ്ട്. സ്വാഗതം പറഞ്ഞ കടനാട് ഭദ്രാസനത്തിന്റെ ഭദ്രാസന സെക്രട്ടറി എന്റെ തന്നെ പേരുകാരനായ അല്ല അദ്ദേഹത്തിന്റെ പേരുകാരനാണ് ഞാൻ ജേക്കബ് കുര്യൻ അച്ഛനോട് പ്രത്യേകമായ നന്ദിയുണ്ട്. സാന്ദർഭികമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, സമീപകാലത്ത് സഭയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അദ്ദേഹം നിമിത്തം പ്രത്യേകമായ ഒരു ബോണസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും പത്രത്തിൽ വരുമ്പോൾ എന്നെ അറിയുന്ന ചില ആളുകളൊക്കെ പറഞ്ഞു, അച്ഛനൊക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു പറയാൻ ഒരാളുണ്ടല്ലോ എന്ന്. അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ സത്യഗ്രഹത്തിലും ഒക്കെ വേണ്ടതൊക്കെയും അധ്വാനിക്കുന്നത്. പക്ഷെ ആ പേരുകാരനായതുകൊണ്ട് എനിക്കും അതിന്റെ ഒരു വാങ്ങൽ ലഭിക്കുന്നു എന്നുള്ളൊരു വലിയ നന്ദി അദ്ദേഹത്തോടും എനിക്കുണ്ട്. സഭാസേവനം എന്ന് പറയുന്നത് ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് മുറിമറ്റത്തിൽ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്നു മുറിമറ്റത്തിൽ മാറിവാണിയോസ് എന്ന നമ്മുടെ പിതാവ്. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 92-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. 92-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അവർ കുട്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. മുറിമറ്റത്തിൽ ബാവ കടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായി 34 വർഷത്തോളം ത്യാഗപൂർണമായ സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ സഭാപിതാവായിട്ട് അന്നിവിടെ എഴുന്നള്ളിയ അബ്ദുള്ള ദിനിയൻ പാത്രിക്കീസ് ബാവ അദ്ദേഹത്തിന് ഒരു കൽപ്പന കൊടുത്തു. നിന്റെ വാർദ്ധക്യ നിമിത്തം നിനക്ക് കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കാതെയും വന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ ആ സ്ഥാനത്ത് നിന്ന് വിടർത്തി മറ്റൊരാളെ നിയമിച്ചിരിക്കുന്നു എന്ന്. ആ കൽപ്പന ഈ ഒരു ഭദ്രാസനത്തെ 3 പതിറ്റാണ്ടുകളിലധികം പട്ടിണി കിടന്നും രാത്രിയാമങ്ങളിൽ ദൈവത്തോട് യാത്ര നടത്തിയും പരിപാലിച്ചു പോകുന്ന ഒരു ഇടയുടെ മനസ്സിൽ എന്ത് വികാരമാണ് വരുത്തിയത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അധികാരത്തിന്റെ ഔന്നത്യവും പ്രതികാരത്തിന്റെ ചിന്തയുമായിട്ട് അന്ന് പറഞ്ഞത് വാർദ്ധക്യത്തോടാണെങ്കിൽ ആ വാർദ്ധക്യത്തെയാണ് മല
അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. എങ്ങനെയാണ് ഈ വാർദ്ധക്യത്തിന്റെ ഈ അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ദൈവവചനം പറയുന്നത് തന്നെ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കും. അദ്ദേഹത്തിന് മറ്റൊന്നും അവകാശപ്പെടുവാനായിട്ടില്ല. ദൈവഭവനത്തിൽ സഭയിൽ വിശ്വസ്തമായിട്ട് അതിന്റെ നടുതലയായിട്ട് തന്നെ സമർപ്പിച്ചു. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാനായിട്ടുള്ള ആന്തരികമായ കൃപകൾ, ദൈവികമായ അനുഗ്രഹം അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ അനുസ്മരണയിൽ നാമൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാനും ആ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയാകുവാനുമുള്ള ഒരു ഭാഗ്യം ദൈവം തമ്പുരാൻ നമുക്ക് തരണം എന്നുള്ളതായ ഒരു അപേക്ഷ നമ്മുടെ അടുത്ത തലമുറകൾക്ക് നൽകണം എന്നുള്ളതായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിഷയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഈ പിതാവിന്റെ തൃപ്പാദത്തിൽ വയ്ക്കുവാൻ വേണ്ടി 1836 ജനുവരി 17 ജനിച്ചു. 1913 മെയ് 2 ഈ ലോകത്തിന്റെ ദൃശ്യമായ അവസ്ഥയിൽ നിന്ന് സാക്ഷികളുടെ സമൂഹത്തിലേക്ക് മാറ്റപ്പെട്ടു. 77 വയസ്സിൽ ദൈവം തമ്പുരാന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ ജീവിതം ഇവിടെ പൂർത്തിയാക്കിയതായി ദൈവം തമ്പുരാൻ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ യഹോവയുടെ ആലയത്തിൽ നടുതലയായതിന്റെ ഒരു ചരിത്രമാണത്. 7-ാം വയസ്സിൽ ശമ്മാസനായി, കോനാട്ടുകാര യോഹന്നാൻ വല്പാന്റെ ശിഷ്യനായി വൈദിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും വേണ്ടതായ അഭ്യസനം അദ്ദേഹം സിദ്ധിച്ചു. 16-ാം വയസ്സിൽ വൈദികനായി കോട്ടൂർ പള്ളിയിൽ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തന്റെ ഇടവക പള്ളിയും നാട്ടിലെ വിശുദ്ധ കേന്ദ്രവുമായ കോലഞ്ചേരി പള്ളിയുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ അദ്ദേഹം സജീവ പങ്കാളിത്തം വഹിച്ചു. കോലഞ്ചേരി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര മെത്രാപ്പോലീത്ത 7-ാം മാർത്തോമായുടെ ഖബറിന്റെ പുണ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അലങ്കാരമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പ്രാപിച്ചതായ ആത്മീയ അനുഗ്രഹങ്ങളോടുകൂടി 1877 ഇടവമാസം 5-ാം തീയതി ഒരു മെത്രാപ്പോലീത്തയായിട്ട് വാഴിക്കപ്പെടുമ്പോൾ ഒരു വൈദികനായി 16-ാം വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചതിന്റെ അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ ദൈവം തമ്പുരാൻ വിളിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ കണ്ണനാടിന് പ്രഥമ മെത്രാനായിട്ട് അന്ന് 21 പള്ളികൾ മാത്രമുള്ള ഒരു ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായിട്ട് അദ്ദേഹം വന്നു. ദൈവത്തിന്റെ ആലയത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നടുതലയാകുവാനുള്ള ഭാഗ്യം, അവസരം അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭദ്രാസനത്തിൽ പുതിയ പുതിയ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. 100ഓളം വൈദികർക്ക് അദ്ദേഹം പട്ടം കൊടുത്തു. അതുമാത്രവുമല്ല, തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം സഭയുടെ പൊതുദർശനത്തിൽ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് സഭയെ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്താണ് ആ ദർശനം? ആ ദർശനമാണ് ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായി എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ കഴിയുന്ന കാര്യം. അതുവരെ മലങ്കര സഭയെ കുറിച്ചുള്ള ഒരു ചരിത്രബോധം പലർക്കും ഉണ്ടായിരുന്നത് അന്ത്യോക്യ സഭയുടെ കീഴിൽ കിടക്കുന്ന വെറും ഒരു പുത്രീ സഭയായിട്ട് അവിടുത്തെ പിതാക്കന്മാർ വന്ന് സ്ഥാപിച്ച ഒരു സഭയെന്ന രീതിയിലായിപ്പോയിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ ഈ മണ്ണിൽ വന്ന് ഇവിടെ ശ്ലൈകവും പൗരോഹിത്യവുമായ പാരമ്പര്യം സൃഷ്ടിച്ചു എന്നും അതിന് ഏതാണ്ട് 19 നൂറ്റാണ്ട് ചരിത്രം
പിന്നീട് 18-ാം നൂറ്റാണ്ടോടുകൂടി ആംഗ്ലിക്കൻ സഭയുടെ ഇംഗ്ലീഷ് ഭരണത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതായ പരിശ്രമങ്ങൾ, അന്ത്യോക്യൻ സുറിയാനി സഭ ഇവിടെ ശക്തമായ ഒരു വൈദിക നേതൃത്വമായിട്ട് അധികാര സ്ഥാനമായിട്ട് വന്നത് പത്രോസ്തൃതീയൻ പാത്രികീസ് ബാവായുടെ ആഗമനത്തോടു കൂടിയാണ്. അതിനു മുമ്പും പിതാക്കന്മാര് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മാർത്തോമ മെത്രാപ്പൊലീത്തന്മാരുടെ അവകാശങ്ങൾ അവർക്ക് ഒന്നും കൈകടത്തുവാനായിട്ട് കാര്യമായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കാലം മാറി 1876 19-ാം നൂറ്റാണ്ടിലെ മുളന്തുരുത്തി സുന്നത്തോടുകൂടി സാഹചര്യങ്ങളൊന്നും മാറി. ആ മാറിയത് ഒരു വിധത്തിൽ സഭയൊന്ന് സംഘടിതമാകുവാനായിട്ട് സഹായിച്ചു എങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ശ്ലൈഹിക പൗരോഹിത്യ പിന്തുടർച്ചയെ തമസ്കരിക്കുന്നതായ ഒരു ചിന്താഗതിയിലേക്ക് അത് കൊണ്ടുവന്നു എന്നുള്ളതൊരു സത്യമാണ്. അത് പിന്നീട് അബ്ദുള്ള പാത്രികീസിനെ പോലെയുള്ള പാത്രികീസന്മാര് അധികാരത്തിന് വേണ്ടി പണത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ മലങ്കരയുടെ നൂറ്റാണ്ടുകളിൽ നിന്നതായ ആ പൈതൃകത്തെ ഒന്ന് വീണ്ടും ഉയർത്തി കാണിക്കുവാൻ, അതിനുവേണ്ടി നിലകൊള്ളുവാനായിട്ടുള്ള ഒരു സഭാദർശനം അന്നുണ്ടായിരുന്ന മെത്രാന്മാരിൽ അധികം പേർക്ക് എങ്ങനെയോ സാധിക്കാതെ പോയപ്പോൾ കണ്ടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്ത ധൈര്യമായിട്ട് നിന്നുകൊണ്ട് പറയുകയും എഴുതുകയും ചെയ്തു. അൽവാരിസ് മാർ യൂലിയോസ് എന്ന മെത്രാപ്പോലീത്തായുമായിട്ട് ഒന്നുചേർന്നുകൊണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് എഴുതി, ഇവിടെയുള്ള സഭയ്ക്ക് സ്വതന്ത്രമായ ഒരു പൗരോഹിത്യ സ്ഥാനമുള്ളതാണ്. അത് ആത്മീയമായ അധികാരമാണ്. അതിന്റെ പേരിൽ മറ്റു രീതിയിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് വരുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റായിപ്പോയി എന്ന് പറയുവാനുള്ള ധൈര്യം വടശ്ശേരി തിരുമേനിയെ മുടക്കിയതായ കൽപ്പന ഉണ്ടായപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് കൽപ്പന ഇറക്കിക്കൊണ്ട് പാത്രികീസ് ബാവായോടുള്ള ബഹുമാനത്തോടുകൂടി പറഞ്ഞു, തിരുമേനി ചെയ്തു തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങളെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. പക്ഷേ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതായ ഇവിടെയുള്ള പൗരോഹിത്യ സ്ഥാനത്തെ തമസ്കരിക്കുവാൻ ഇടയാകരുത്, അതിലേക്ക് കൈകടത്തരുത് എന്ന്. അത് പറഞ്ഞത് മൂലം ഈ മുമ്പേ പറഞ്ഞ വാർദ്ധക്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കൽപ്പന ഇറക്കി അന്ത്യോക്യ പാത്രികീസ്. ചുരുക്കം പറഞ്ഞാൽ തന്റെ ഭാവി, തന്റെ ജനങ്ങളുടെ പോലുമുള്ള സ്വീകാര്യതയ്ക്ക് ഒരു പരിധി വരെ വേണമെങ്കിൽ അത് തനിക്ക് ആത്മഹത്യാപരമായിട്ട് മാറാമെന്നുള്ളതായ വ്യക്തമായ ബോധ്യത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ വീക്ഷണം വ്യക്തമാക്കുവാനായിട്ട് കഴിഞ്ഞതോടുകൂടിയാണ് യഹോവയുടെ ആലയത്തിന്റെ നടുതലയായിട്ട് അദ്ദേഹം മാറിയത്. ആ നടുതല വളർന്നു. ഏതാനും മാസങ്ങൾ മാത്രമേ കാതോലിക്കയായിട്ട് അദ്ദേഹം മാറുള്ളൂ എങ്കിലും ആ ഒരു ആരംഭം, അതിനിടയ്ക്ക് ഇടക്കാലം ചിലപ്പോൾ കാതോലിക്ക സ്ഥാപനത്തിന് വൈഭവ്യം മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാമെങ്കിലും അതൊരു വലിയ ആരംഭമായിരുന്നു. എന്ത് 1-ാം നൂറ്റാണ്ട് മുതലുള്ള മലങ്കര സഭയുടെ ശ്ലൈഹിക പൗരോഹിത്യ പാരമ്പര്യം അത് ആർക്കു മുമ്പിലും അണിയറവയ്ക്കുവാനുള്ളതല്ല. അതിന് സ്വാതന്ത്ര്യമുണ്ട്, അതിന് സ്വയം ശീർഷകത്വമുണ്ട്, അതിന്റെ സ്വഭാവങ്ങൾ തീരുമാനിക്കുവാൻ അവകാശമുണ്ട്. നന്മ ചെയ്തവരെയും ഉപകാരം ചെയ്തവരെയും നന്ദിയോടെ എന്നും ഓർക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്, അത് ഇന്നുമുണ്ട്. പക്ഷേ അതുകൊണ്ട് സഭയായിട്ട് നമ്മൾ ഉണ്ടായത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണെന്ന് പറയുന്നവരെ ഉച്ചിച്ചു തള്ളുകയുള്ളൂ. നിങ്ങൾ അടുത്ത കാലത്ത് കേട്ട് കാണും. ഒരു സഭാ പിതാവ്, സഭയുടെ തലപ്പത്തിരിക്കുന്നയാള് എഴുതി 1912 ഓർത്തഡോക്സ് സഭയുണ്ടായത് ഭാരതത്തിൽ എന്ന്. അതിന്റെ പിന്നിൽ ചരിത്രമില്ല, അതിന്റെ പിന്നിൽ ചരിത്രത്തെ വികലമാക്കിയതിന്റെ ഒരു ബോധപൂർവമായ പരിശ്രമമാണ് എന്ന് വായിക്കുവാൻ
ആകാതിരിക്കുവാൻ എല്ലാവർക്കും അറിയാം. ഇതുപോലെ ആകാതിരിക്കുവാൻ തക്കവണ്ണം മലങ്കരയുടെ ആ ഒരു ചരിത്രം നമുക്ക് വേണ്ടി ഒരു ദർശനം കാണിച്ചു തന്നത് ഈ പിതാവ് വളരെയധികം നല്ല മനസ്സോടുകൂടി തന്റെ ജീവനെ തന്നെ ഒപ്പിച്ചുകൊണ്ടാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പണ്ട് കന്യാമറിയാം പറഞ്ഞതിന് തുല്യമായിരിക്കുന്ന ഒരു സമ്മതമാണ് മുറിമറ്റത്തിൽ ബാബ നിർവഹിച്ചത്. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാത്തവള് ഗർഭിണിയാകുവാൻ പോകുമെന്ന് പറഞ്ഞ ഉടനെ അവൾ ലോകപ്രകാരം സംശയിച്ചു. അവൾ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാതിരിക്കുന്ന എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവത്തിന്റെ മാലാഖ പറഞ്ഞു, ദൈവത്തിന്റെ തീരുമാനമാണിത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് കേട്ട ഉടനെ കന്യാമറിയാം പറഞ്ഞു, കർത്താവിന്റെ ദാസി ഞാൻ, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. 1912 മലങ്കര കാതോലിക്കത്തിന്റെ ആദ്യത്തെ ഇടയനായിട്ട് വരുവാൻ തക്കവണ്ണം അനേകർ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇതത്ര ഭാവിയുടെ ഒരു സ്ഥാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കും, എനിക്ക് സഭയിൽ സ്ഥാനമില്ലാതായി പോയെന്ന് വന്നേക്കാം, അതുകൊണ്ട് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അദ്ദേഹം അതൊന്നും പറഞ്ഞ പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വ്യക്തിപരമായിട്ട് ഞാൻ ബലഹീനനാണ്, അതിനുവേണ്ട യോഗ്യത എനിക്കൊന്നുമില്ല. എങ്കിലും സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, അദ്ദേഹം പങ്കുവെച്ച ദർശനത്തെ പങ്കുവെച്ച ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടാലും കർത്താവിന്റെ ദാസൻ ദൈവഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അത് മലങ്കര സഭയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സംഭവമായി മാറി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പിതാവ് മലങ്കരയുള്ള സഭാമക്കൾക്ക് ഒന്ന് തലയുയർത്തി നിൽക്കുവാൻ തക്കവേണം ലോകത്തിലുള്ള മറ്റ് സഭകളോടൊപ്പം 1-ാം നൂറ്റാണ്ടിന്റെ വൈദ്യുതം സൂക്ഷിക്കുന്ന ഒരു സഭയായിട്ട് നിലനിൽക്കുവാനുള്ള ഒരു ചരിത്രാവകാശത്തെയാണ് കാതോലിക്കത്തിന്റെ ആവിഷ്കാരത്തോടുകൂടി സാധിച്ചത്. കാതോലിക്കത്തിന്റെ ആവിഷ്കാരം ഒരു സ്ഥാപനമാണോ പുനഃസ്ഥാപനമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരർത്ഥത്തിൽ അത് സ്ഥാപനമാണ്, വേറൊരർത്ഥത്തിൽ അത് പുനഃസ്ഥാപനവുമാണ്. കാതോലിക്കയ്ക്ക് മലങ്കരയുടെ പാരമ്പര്യത്തിൽ, ഇന്ത്യയുടെ സാഹചര്യത്തിൽ കാതോലിക്കയ്ക്ക് എന്ന് പറയുന്ന സ്വയശീർഷകത്വമുള്ള ഒരു ഭരണ സംവിധാനം ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായി, പഴയ സൈനിക പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്ഥാനം ഇവിടെ മലങ്കരയ്ക്ക് മാത്രമായിട്ട് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആരംഭിച്ചതാണ്, സ്ഥാനമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷേ സഭയുണ്ടായതെന്നല്ല, സഭ 1-ാം നൂറ്റാണ്ടിലെ ഉണ്ടായതാണ്. ഇവിടെയുള്ള ഭരണനിർവഹണ കേന്ദ്രങ്ങളുടെ മാറ്റങ്ങളുടെ ആ ഒരു വ്യവസ്ഥയിൽ ഇതൊരു പുതിയ സംവിധാനം എന്നുള്ള നിലയിൽ ആ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ആഗോള ക്രൈസ്തവ പശ്ചാത്തലത്തിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സഭയുടെ പൗരസ്ത്യ സിംഹാസനം. അത് സെലൂക്യായിലും തിഗ്രീസിലുമായിട്ട് തുടർന്നു വന്നത് ഇടക്കാലത്ത് അതിന് മുന്നോട്ട് പോകുവാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളില്ല. അതിനെതിരായിട്ട് മതപരമായ പീഡനങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി അത് നാമാവശേഷമായി എന്ന് വിചാരിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ ആ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട കാതോലിക്ക സ്ഥാപനത്തെ മലങ്കരയിൽ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നതിനകത്തും കുറെ അർത്ഥമുണ്ട്. കാരണം പുരാതനമായി ആഗോള സഭയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നതായ ഒരു സ്ഥാനത്തെ, അതിന്റെ സ്ഥാനവും പ്രസക്തിയും ഒരു സ്ഥലത്ത് ഇല്ലാതായി പോയപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ തന്നെ പൈതൃകമുള്ള മറ്റൊരു സ്ഥലത്ത് അതിനെ പുനരാവിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നാം ഓർക്കണം, കാതോലിക്ക സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ, മുറിമറ്റത്തിൽ ബാവയെ നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ, അതുവരെയും ആളുകൾ സ്വപ്നം കാണാതിരുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യമാണ് കാതോലിക്ക സ്ഥാപനത്തിന് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായത്. എന്താണ് അന്നത്തെ സാഹചര്യം? അന്നത്തെ സാഹചര്യത്തിൽ മലങ്കരയിൽ കാതോലിക്ക സ്ഥാപനത്തെ ഒന്ന് അംഗീകരിച്ച് കിട്ടുക എന്ന് പറയുന്നത്
സഹോദരനെ, മലങ്കരയിലെ കാതോലിക്ക സ്ഥാപനം സെലൂക്കിയയിലെയോ തിഗ്രീസിലെയോ കാതോലിക്ക സ്ഥാപനത്തിൽ തുടർച്ചയായിട്ടോ ഒന്നും പറയാതെ തന്നെ ഇന്ത്യയുടെ മാർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തിലേക്ക് കാതോലിക്കായും മപ്രിയാനിയുമായിട്ട് വന്നതായ ഒരു വലിയ ചരിത്ര നിയോഗം, ദൈവത്തിന്റെ പ്രവർത്തനം നടന്നു. അതിന് മുഖാന്തരമായത് വന്യനായ പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവായുടെ ജീവിതമാണ്, സമർപ്പണമാണ്. അതുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ അദ്ദേഹം നടുതലയായി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സഭയുടെ വളർച്ച. ഇതുകൊണ്ടായില്ലല്ലോ പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മലങ്കര സഭയുടെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ ഒരു പ്രസംഗം പറഞ്ഞതായിട്ട് കേൾക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ചില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെയും അതായിരുന്നു ഇതായിരുന്നു, നിങ്ങളുടെ ചരിത്രം അങ്ങനെയാണ് എന്നൊക്കെ പറയാമായിരിക്കും. ഇന്ന് വരെയും നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇതിലേക്ക് നമ്മുടെ കണ്ണിനെ തുറക്കുന്ന ഒരു കാര്യമാണ് പുരമറ്റത്തിലെ ബാബ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴച്ചതിന്റെ ഒരു ചരിത്രം നമുക്ക് വായിക്കുവാനായിട്ടുള്ളത്. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകപ്രകാരം സമൃദ്ധിയും ലോകപ്രകാരമുള്ള സുഖസൗകര്യങ്ങളും അധികാരവും നേടിയെടുത്തു എന്നല്ല. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നതിന് അതിൻ്റെതായ ശൈലിയുണ്ട്. നിങ്ങൾ അടുത്ത കാലത്ത് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കാലത്തല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചെറിയ കൊടുങ്കാറ്റായിട്ട് മാറിയ ഒരു പാഠത്തിന്റെ വിവാദം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ജീവൻ എന്ന് പറയുന്ന ഒരു ബാലൻ സ്കൂൾ മാഷയുടെ അടുക്കൽ ചെന്നപ്പോൾ സ്കൂൾ മാഷ് അവനോട് ചോദിച്ചു, നിന്റെ മതം ഏതാണ്? അവൻ പറഞ്ഞു, മതമില്ല എനിക്കെന്ന്. ഇങ്ങനെയുള്ളൊരു പാഠം എഴുതിയ ആളുകൾ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതായ വിവാദം ഒരു ഭാഗത്തു നിന്ന്. മറുഭാഗത്തു നിന്ന് അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടതെന്ന് വേറൊരു വിഭാഗവും വാദിച്ചു. എന്നാൽ ഇത് രണ്ടും കേട്ടതായ ഒരാൾ ഒന്ന് എഴുതുകയുണ്ടായി. ഞങ്ങൾ ചൊല്ലി വായിച്ചു കാണും. ജീവൻ എന്ന് പറയുന്ന ബാലന് മതമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മതത്തിന് ജീവനുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ജീവന് മതമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. മതത്തിന് ജീവനുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാൻ കഴിയണമെങ്കിൽ ഈ ജീവനുള്ളതായ ഒരു മതം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ മുറിമറ്റത്തിൽ ബാബ കാണിച്ചു തരുന്നതായിട്ടുണ്ടാവണം. മുറിമറ്റത്തിൽ ബാബ ചരിത്രപരമായിട്ടൊരു ദർശനം കണ്ടു, അതിനുവേണ്ടി നിലകൊണ്ടു എന്നുള്ളത് ആദ്യ ഭാഗമെങ്കിലും അതിന് ആരംഭമായിട്ട് കിടക്കുന്നത് മറ്റൊന്നാണ്. അതാണ് അദ്ദേഹത്തെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാനിടയായത്. മുറിമറ്റത്തിൽ ബാബ മുറിമറ്റത്തിൽ ഈവാനിയോസായിട്ട് പ്രവർത്തിക്കുമ്പോൾ അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് രാജവിളംബരത്തോടുകൂടി രാജകീയനായിട്ട് വാഴുന്നവനായ അന്നത്തെ മാത്യൂസ് മാർ അഥാനാസിയോസ്, താലക്കുന്നത്ത് മാത്യൂസ് മാർ അഥാനാസിയോസ് മറ്റു പലരുടെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മുറിമറ്റത്തിന്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുന്നില്ല. അദ്ദേഹത്തിന്റെ ചട്ടവും പ്രധാനമാണ്. അദ്ദേഹത്തിന് മുകളിലേക്കൊരു ചരടുണ്ട്. അതുകൊണ്ട് അവിടെ തൊടാനായിട്ട് എന്നെ കൊണ്ട് പറ്റുകയില്ല. ജീവനുള്ള മതം, ജീവനുള്ള സഭ എന്ന് പറയുന്നത് മുകളിലേക്ക് ചരടുള്ളതായ ഒരു പ്രസ്ഥാനം, ഒരു ജീവിത ഒരവസ്ഥയാണ്. നമുക്ക് നിർഭാഗ്യവശാൽ എല്ലാവരെയും ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഭൂമിയിലേക്ക് വടങ്ങൾ കെട്ടിയതായ അവസ്ഥയാണ്. എന്നിട്ട് മുകളിലേക്ക് ഉയരുവാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവനവനെ പോകാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെയും പോകാൻ പറ്റുന്നില്ല. ഇവിടെയാണ് മുകളിലേക്കുള്ള ചരടിനെ പിടിച്ചവനായ ഈ ബാബായുടെ ജീവിതം നമുക്ക് പ്രത്യേകമായിട്ട് സ്മരിക്കുവാനായിട്ടുള്ളത്. അവകാശവും അധികാരവും എന്നുള്ളതിൽ കൂടുതലായിട്ട് മുകളിലേക്കുള്ളതായ ബന്ധം കണ്ടുകൊണ്ട്
അതിന് തടയുന്നവരായിട്ട് മാറാതിരിക്കുവാനുള്ള ഒരു നിയോഗം സഭയ്ക്കും സഭാ നേതൃത്വത്തിനും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എവിടെയാണെങ്കിലും ആരാണെങ്കിലും അത് സത്യമാണ്. ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു വഴി ഉണ്ടാവും. ആ വഴി കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മാത്രം മുറിമറ്റത്തിൽ ബാബ മാതൃകയായിരിക്കും. അതേ ലോകപ്രകാരം വഴക്ക് പിടിക്കുവാനായിട്ട് ഒരിടത്ത് ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹം അങ്ങേയറ്റം ദൈവത്തിന്റെ ഇടയിൽ പിടിച്ചതായ ആ ഒരു ചരടിൽ തന്റെ കൈ പിടിച്ചുകൊണ്ട് തനിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിന് വേണ്ടി നിലകൊണ്ടു. അത് കൈവന്നില്ല, അത് കൈമറന്നില്ല. അതിനുവേണ്ടി നിലനിൽക്കുവാൻ, അതിനുവേണ്ടി മരിക്കുവാൻ അദ്ദേഹം തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം ഉയരങ്ങളിലേക്ക് ഉയരുന്ന ഒരു ചരട് മുറിമറ്റത്തിൽ ബാബ നമുക്ക് നൽകുന്ന സമ്മാനമാണ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ എനിക്കറിയാം, ഇവിടെ കാല് വേദനിക്കുന്നുണ്ട്, മുട്ടു വേദനിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വിശപ്പ് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് നിങ്ങളെ എവിടേക്ക് കൊണ്ടുവന്ന, നിങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയ മറ്റെന്തോ കൂടെയുണ്ട്. അതെന്താണ്? അതിന് പറയുന്ന പേരാണ് മുറിമറ്റത്തിൽ ബാബ നിങ്ങളുടെ ഉള്ളിലേക്ക് കെട്ടിയ ഒരു ചരട്. അത് ഭൂമിയിൽ നിന്ന് കെട്ടിയതായ ചരടല്ല, ഉയരങ്ങളിൽ ദൈവത്തമ്പുരാനെ അനുഭവിച്ചതിന്റെ ഒരു ചരടാണ്. അതുണ്ടായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പരിഹരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുവാൻ ശ്രമിക്കുന്നിടത്ത് മുറിമറ്റത്തിൽ ബാബയുടെ അനുഗ്രഹവും മധ്യസ്ഥതയും പ്രത്യേകമായിട്ടുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങള് ലോകപ്രകാരം ഉണ്ടായെങ്കിലും അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവികമായ കൃപ അനുഭവിക്കുവാനായിട്ടുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്തവരല്ല മനുഷ്യർ. പക്ഷെ പ്രശ്നങ്ങളിൽ സന്നിഹിതനായിരിക്കുന്ന തമ്പുരാനെ അറിയുന്നവരാണ് ക്രിസ്ത്യാനി. ആ ഒരു അനുഭവം, ആ കർത്താവിനോടുകൂടി യാത്ര ചെയ്യുന്നതിന്റെ ഒരു സുഖം, ഒരു സൗന്ദര്യം അനുഭവിക്കുവാൻ ഈ പിതാവിന്റെ ധന്യസ്മരണ എനിക്കും നിങ്ങൾക്കും എന്നും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരിശുദ്ധന്റെ ജീവിതത്തിന്റെ ത്യാഗത്തിൽ നിന്ന്, ആ പരിശുദ്ധന്റെ ജീവിതത്തിന്റെ വേദനയിൽ നിന്ന്, ആ പരിശുദ്ധന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയിൽ നിന്ന് അല്പം ഒരു സുഗന്ധം നമുക്ക് പ്രാപിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി.